കരിയർ ഗ്രോത്തിന് വേണ്ടി ഞാനൊരു കോഴ്സ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞാൻ MEP എന്നൊരു ഫീൽഡിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യും. ഹായ്, ഐ ആം ഇഷാം. ഞാൻ 2015 എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആയി. അതിനുശേഷം നാട്ടിൽ 2 വർഷം വർക്ക് ചെയ്ത് പിന്നെ അതിനുശേഷം ഞാൻ മസ്കറ്റ് ഒമാനിലാണ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. കരിയർ ഗ്രോത്തിന് വേണ്ടി ഞാനൊരു കോഴ്സ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ MEP കോഴ്സിനെ പറ്റി ഞാൻ അറിഞ്ഞു. അങ്ങനെ ഓൺലൈനിൽ ഞാൻ സെർച്ച് ചെയ്തു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് AC അപ് സ്കിൽസിനെ പറ്റി ഞാനൊന്ന് മസ്കറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് AC അപ് സ്കിൽസിൽ ഞാൻ AC അപ് സ്കിൽസ് മാത്രമല്ല വേറെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൂടി കോഴ്സ് നോക്കിയിരുന്നു. ഡെമോ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതൊന്നും ഒരു വ്യത്യാസമായിട്ട് എനിക്ക് AC അപ് സ്കിൽസിൽ തോന്നാൻ കാരണം അവരുടെ ക്ലാസ്സും കാര്യങ്ങളും വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു, സിസ്റ്റമാറ്റിക് ആണ്. സ്റ്റാഫ്സ് ആണെങ്കിൽ ഫ്രണ്ട്ലി ആണ്. അജിത് സാറാണെങ്കിൽ എങ്ങനെ കരിയർ എങ്ങനെ പോകണം എങ്ങനെ ചെയ്യണം എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ട് അതുപോലെ തന്നെ പാസ് ചെയ്യും. അപ്പോൾ ഡെമോ ക്ലാസ് എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഓൺലൈനിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രൊജക്റ്റ് എത്തിയപ്പോൾ ഞാൻ ഓഫ്ലൈനിലേക്കായി ഞാൻ മാറി. AC അപ് സ്കിൽസിൻ്റെ ഓഫീസിൽ വന്ന് ഞാൻ ക്ലാസ് ജോയിൻ ചെയ്തു, പ്രൊജക്റ്റ് ചെയ്തപ്പോൾ തന്നെ കുറച്ചൊരു ഐഡിയ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, ഇന്റേൺഷിപ്പ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻസ് ആയി. ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അഡ്വാൻസ് ബില്ലിന്റെ ക്ലാസ് അജിത് സാറ് എടുത്തത്. നിങ്ങൾ എന്താണ് അഡ്വാൻസ് ബില്ലിംഗ്, എന്താ വർക്കോ കാര്യങ്ങൾ, അതിന്റെ LOD ടേംസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ആയി മതി. ഫൈനലി ഞാൻ പ്ലേസ്ഡ് ആയി. GCC പ്രൊജക്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. സൗദി പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അവരെ ഓഫീസ് കോയമ്പത്തൂര്. അതിലെ ഇന്റർവ്യൂസിലെല്ലാം മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ മോക്കപ്പ് ഇന്റർവ്യൂസിലുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അത് 95% ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ MEP എന്നൊരു ഫീൽഡിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യും. ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ ജോയിൻ ചെയ്യാം. ഞാൻ റിയലി ഹാപ്പിയാണ്. അതുപോലെ താങ്ക് യു ഫോർ AC അപ് സ്കിൽസ്.